بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الذين آمنوا وعملوا الصالحات ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അല്ലാഹുവിൽ അവന്റെ ഹബീബിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തവർ ഉലൈക ഹും ഖൈറുൽ ബരിയ അവരാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായവർ. സൽക്കർമ്മവും വിശ്വാസവുമുള്ളവർ. എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നു കടലിൽ ജോലിയെടുക്കുന്നവർക്ക് അത് ശരിക്കും ബോധ്യപ്പെടും. ഒരുപക്ഷെ അത്തരം ആളുകളുടെ ഈമാനിന്റെ ഒരു കനം മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. ഹും ഖൈറുൽ ബരിയ ഉലൈക ഹും ഖൈറുൽ ബരിയ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠരാണ്. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും. അവരുടെ വാക്കുകൾ നല്ലതായിരിക്കും. അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതോ നോവിക്കുന്നതോ ആയിരിക്കില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതാണ്. അത് മാത്രമല്ല, ഉപകാരമേ അവർ ചെയ്യൂ. അങ്ങനത്തെ ആൾ. ഇത് രണ്ടും കൂടെ ചേരണേ. വിശ്വാസമുണ്ട്, സ്കാരപ്പറയുന്ന എഴുന്നേറ്റാൽ പിന്നെ പറയുന്നതൊന്നും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അങ്ങനെ ആവരുത്. ഇങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു എന്താ കൊടുക്കുന്നത്? പ്രതിഫലം എന്താണ്? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്ൻ. പടച്ചതമ്പുരാന്റെ അരികത്തേക്ക് അവരെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സ്വർഗ്ഗലോകമാണ് നൽകുന്നത്. ഭൂമിയിലോ ഫലനുഹിയന്നഹും ഹയാതൻ ത്വയ്യിബ, മനസ്സമാധാനമുള്ള ജീവിതം അല്ലാഹു നൽകും. പരലോകത്തെ സ്വർഗം. ദുനിയാവിൽ എന്താ? അല്ലാഹുവിനനുസരിച്ച് എന്താ കിട്ടുക? സമാധാനമുള്ള ജീവിതം ഉണ്ടാവും. അസുഖം വരില്ല എന്നതിനർത്ഥമല്ല, പക്ഷെ മനസ്സമാധാനം ഉണ്ടാവും. കട ഉണ്ടാവില്ല എന്നൊന്നും അതിനർത്ഥമല്ല, മനസ്സമാധാനം ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അമ്പിയാക്കന്മാർക്ക് അതിൽ വലിയ പരീക്ഷ ഉണ്ട്. പക്ഷെ മനസ്സിനൊരു വൈവറിങ് ഉണ്ടാവില്ല. മനസ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ്സ്. ഇത് ഈമാനുള്ളവർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതയാണ്. അല്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈമാനുള്ളവർ സമാധാനമാണ്. പരലോകത്താണെങ്കിലോ ജന്നതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, മനോഹരങ്ങളായ നദികൾ ഒഴുകുന്ന മനോഹര നദികൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു നദിയെയും സ്വർഗത്തിലെ നദിയുമായി ഉപമിക്കാൻ പാടില്ല എന്നാണ്. ദുന്യാവിലെ നദി നമ്മൾ ഫറൂഖ് പുഴയൊക്കെ നമുക്ക് ഓർമ്മ വരച്ച് ചാലിയാറല്ലേ. ഈ പുഴയും സ്വർഗത്തിലെ പുഴയൊന്നും ഒന്നുമല്ല, പേര് മാത്രമേ ഉള്ളൂ എന്നാ, സാധനം വേറെയാണ്. ആപ്പിളും മുന്തിരിയും റുമ്മാനും ഒക്കെ സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഷോപ്പിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഈ ഒരു രുചിയോ ടേസ്റ്റോ നിറമോ മണമോ ഒന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന്. അവിടെ ഉള്ളത് ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരാളുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്. മാലാ ഐനുൻ റഅത് അദത്തു ലിഇബാദിയൽ മുത്തഖീൻ, എന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും അതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നല്ലേ ഡിസൈൻ ചെയ്യാം. ഒരു എഞ്ചിനീയർക്കും ഒരു സോഫ്റ്റ്വെയർ ഒരാൾക്കും അത് കിട്ടില്ല. അതാണ് സ്വർഗ്ഗലോകം എന്നാണ്. അല്ലാഹുവിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ. ഇങ്ങോട്ടെടുത്ത ശ്വാസം അവിടെ പിടിച്ചു നിന്നാലോ, പുറത്തു വിട്ടത് ഉള്ളിൽ എടുക്കാൻ പറ്റാതിരുന്നാലോ എത്തിച്ചേരാവുന്ന ലോകമാണത്. അത്ര അടുത്താണ്. ഒരു തൊട്ടുനോക്കാൻ പോലും കിട്ടാത്തൊരു സാധനത്തിന്മേല അള്ളാഹു നമ്മളെ പിടിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ശ്വാസം അത് നിലച്ചാൽ എത്തുന്നല്ലോ. നമ്മൾ അതിനു വേണ്ടി ജീവിക്കുന്നവരാണ്. ദുന്യാവ് വേണ്ട എന്നല്ല, പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അവിടെയാണ്. ദുന്യാവ് പെട്ടെന്ന് കഴിയും. യൗവനൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്.
എത്ര പെട്ടെന്ന് ആ വാർദ്ധക്യത്തിലേക്ക് എത്തിയത്. വല്യപ്പാന്ന് മക്കൾ വിളിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ബേജാറ്, പഠിച്ചോ ഞാൻ വല്യപ്പ ആയല്ലോ എത്ര പെട്ടെന്ന്. പിന്നെ അങ്ങ് ശീലാവുകയാണ്. ഉമ്മ പെട്ടെന്ന് വല്യമ്മയായപ്പോൾ പഠിച്ചോനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ഒരു സാരി ചുറ്റിപ്പോയ കഥയൊക്കെ മറന്നിട്ടില്ലല്ലോ, അപ്പോഴേക്കും എൻ്റെ മോളെ കെട്ടിച്ച് ഓൾക്ക് കുട്ടിയായി, എത്ര പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞു പോയത്. പുതിയാപ്പിള ഇറങ്ങിയതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴേക്കും വല്യപ്പയായിട്ടുണ്ട്. ദുനിയാവ് അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്ന സമയത്ത് ഇതൊക്കെ ടേസ്റ്ററുകളാണ് ദുനിയാവ്. പരലോകത്തെത്തിയാലേ അതിൻ്റെ പെർമനൻ്റ് ആസ്വാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ടേസ്റ്റ് നോക്കിയിട്ട് അവിടുത്തെ മെയിൻ ഫുഡ് നഷ്ടപ്പെടുത്തരുത്. ഇത്രയാണ് ദീൻ പറയാ. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളൂ അൻ. നാളെ പരലോകത്ത് സ്വർഗ്ഗലോകത്ത് ഖാലിദീന ഫീഹാ, മരണമില്ലാത്ത ജീവിതം. ഇവിടെ ആകുമ്പോൾ ഒരു വേദന വരുമ്പോൾ പടച്ചോനെ മൂത്രക്കല്ലാണോ, കിഡ്നി സ്റ്റോൺ ആണോ, ക്യാൻസർ ആണോ, ഇതാണോ ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ അപ്പുറത്താ ഞാൻ മരിക്കുമെന്നാണ്. മരിക്കുമെന്നൊരു പേടിയില്ലാത്ത ലോകമാണ് സ്വർഗം. മരിക്കൂല, പിന്നെ എന്ത് ചെയ്യാം. അവിടെ ഉറക്കമില്ല എന്നാണ്. ഉറങ്ങി വല്ലാണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ബേജാറാവും, പടച്ചോനെ നാളെ ഉറക്കില്ല, എനിക്കാണെങ്കിലും ആകെ മൂടിപ്പോച്ച് ഉറങ്ങല, കാര്യമായ ജോലി, എനിക്കവിടെ ഉറങ്ങാൻ പറ്റൂലേ. ഉറക്കില്ല. കാരണം ഉറക്ക് മരണത്തിൻ്റെ സഹോദരനാണെന്നാ. മരണം തന്നെ ഇല്ലെങ്കിൽ സഹോദരൻ എങ്ങനെ ഉണ്ടാവുക? അന്നൗം അഖുൽ മൗത്ത്. ടയേർഡാവൂല, മരണം എന്ന പേടി വരൂല, ഏജിങ് ഉണ്ടാവില്ല, വയസ്സ് കൂടൂല. 33 അള്ളാഹു ലോക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഏജിന്. ഓരോരുത്തരും അതിസുന്ദരന്മാർ, പെണ്ണുങ്ങളൊക്കെ അതിസുന്ദരികൾ. ആ സുന്ദരികൾക്കുള്ള സുന്ദരികളായ വേലക്കാരികളാണ് ഹൂറുലൈനുകൾ. ഇങ്ങനത്തെ ഒരു ലോകമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പം അതിന് ബുദ്ധിയും തലച്ചോറും തൻ്റെ ഇടവും അറിവും പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ തന്നുകൊണ്ടാണ് അള്ളാഹു ഇത് വാഗ്ദാനം ചെയ്തത്. വെറുതെ അങ്ങ് പറയല്ല, ടാസ്കും തന്നു. യു ഹാവ് ടു അച്ചീവ് ദീസ് ഗോൾസ്. അപ്പോഴേ അവിടെ എത്താൻ പറ്റുള്ളൂ. അള്ളാഹു ആ വഴിയിലേക്ക് എത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഖാലിദീന ഫീഹാ അബദൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അവിടെ അള്ളാഹു അവരെ തൃപ്തിപ്പെടുന്നു, പടച്ചതമ്പുരാന്റെ പൊരുത്തമുണ്ടാകുന്നു. വറളൂ അൻഹു. ഈ സജ്ജനങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടവരാണ്, അങ്ങോട്ടും ഇഷ്ടപ്പെട്ടവരാണ്. അങ്ങനത്തെവർക്കാണ് ഈ സ്വർഗം കൊടുക്കുന്നത്. ഇങ്ങോട്ടും അള്ളാഹുവിന് ഇഷ്ടമാണ്. പണ്ട് അറക്കല ബീവിനെ കെട്ടാൻ അരസമ്മതായി എന്ന് പറഞ്ഞില്ലേ ഒരു ചെറുപ്പക്കാരൻ. അപ്പം എന്തോടെ അരസമ്മതം? എനിക്ക് സമ്മതമായി കഴിഞ്ഞ് ബീവിൻ്റെ സമ്മതം കിട്ടാനേ ഉള്ളൂ. അങ്ങനെ അവർ തൃപ്തി. അള്ളാഹു ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും, ഇങ്ങനെ രണ്ട് റെസിപ്രോക്കൽ സ്നേഹമാണ്, തൃപ്തിയാണ് അള്ളാഹു നൽകുന്നത്. അങ്ങനത്തെ ഒരു ലോകത്ത് പിന്നെ എന്ത് പേടിക്കാൻ? ഇതൊക്കെ ആർക്കാന്നറിയോ? ഇത് ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കുള്ളതാണ്. അവർക്കേത് ചെയ്യാൻ കഴിയൂ? അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്. ഇനി ആരാ അള്ളാഹിനെ ഭയപ്പെടുക? സൂറത്ത് ഫാത്തിർ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചവരാണ്, ആലിമീങ്ങളാണ് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത്. അവർക്കാണ് റബ്ബിനെ കുറിച്ച് അറിയുക. എല്ലാവർക്കും ദീൻ പഠിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ദർസിൽ നിന്ന് ആരാ കടലിൽ ജോലിക്ക് പോവുക, ആരാ കച്ചവടം ചെയ്യുക, ആരാ കൃഷിക്ക് പോവുക. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെ നിയോഗിക്കപ്പെട്ട ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ഇഅ്മലു അലാ ശാകിലതികും ഫകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ ല. നിങ്ങൾ ഓരോരുത്തരും അവനവനെ സാധ്യമായ വിധം അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഒരു ജോലി ചെയ്യാൻ കഴിയില്ല. പക്ഷേ പണ്ഡിതന്മാർ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയാണ്, ഹദീസിനെ കുറിച്ച് പഠിക്കുകയാണ്, നിബിധങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പാടുള്ളവരാണ്. അള്ളാഹിനെ ഭയപ്പെടുന്നവർക്കാണ് ഈ സ്വർഗം. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ്, അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് ഖൈറുൽ ബരിയ. അള്ളാഹുവിന്റെ ആലിമീങ്ങളാണ് അള്ളാഹിനെ പേടിക്കുന്നത്. അപ്പൊ ആലിമീങ്ങൾ ഖൈറുൽ ബരിയത്താണ് എന്നാണ് അതിന്റെ നതീജ. ആലിമീങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിട്ടോ, സജ്ജനങ്ങളായ ആലിമീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടൊരു വലിയ യാത്രയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. എനി ടൈം ടിക്കറ്റ് കൺഫേം ആണ്, ഫ്ലൈറ്റ് ഡിലേ ആവില്ല, ഓൺ ടൈം ടേക്ക് ഓഫ് ആയിരിക്കും. ആ ടിക്കറ്റും പോക്കറ്റിലിട്ടാണ് ഞാനും നിങ്ങളൊക്കെ നടക്കുന്നത്. എപ്പോഴാണോ വിളിക്കുന്നത് ആ നേരം പോകേണ്ടി വരും.
അത് കരയിലാവാം, കടലിലാവാം, എയറിലാവാം, എവിടെയും ആവാം. ഉറങ്ങിയിരിക്കാം, ബസ്സിലിരിക്കുകയായിരിക്കാം, വീട്ടിൽ ഇരിക്കുകയായിരിക്കാം, ഭക്ഷണം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു വിളിയാളം വരും. ആ വിളിക്ക് ഉത്തരം നൽകാൻ പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ മരണസമയം എന്നത് മനുഷ്യനിലെ നന്മയും തിന്മയും വേർതിരിക്കപ്പെടുന്ന ഒരു നേരമാണ്. കാരണം ഒരു മനുഷ്യന്റെ ഹഖീഖത്ത് അള്ളാഹു മനസ്സിലാക്കി തരുന്നത് മരണം ആസന്നമാകുന്ന നേരത്താണ്. ഒരു എക്കോ വേണ്ട, നേരത്തെ ഒന്ന് തുറന്നേക്കുക. മരണമാസന്നമാകുന്ന നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, അവരെ ജനങ്ങളുടെ കണ്ണിൽ സജ്ജനങ്ങളായി ജീവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ നന്മയോട് ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയാ കാണുക. ഈ മനുഷ്യന്റെ നേർചിത്രം മരണസമയത്ത് അല്ലാഹു പുറത്ത് കൊണ്ടുവരും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ നല്ല ആളൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ ആള് നല്ല ആളായിരിക്കും. പക്ഷെ ജനങ്ങൾക്കറിയില്ല ആ ആള് നല്ല ആളാണ് എന്ന് അള്ളാഹു തെളിയിച്ചു തരും ആ മനുഷ്യൻ മരിക്കുമ്പോൾ. ഹദീസിൽ പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നഹ ഫീമാ യബ്ദു ലിന്നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ. ജനങ്ങളുടെ കണ്ണിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ അയാൾ നരകവാസിയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വഇന്നൽ അബ്ദ ലയഅമലു മിൻ അമലി അഹ്ലിൻ നാർ ഫീമാ യബ്ദു ലിന്നാസ്. ജനങ്ങളുടെ കണ്ണിൽ നരകത്തിലേക്ക് പോകുന്ന ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. വഹുവ മിൻ അഹ്ലിൽ ജന്ന. ആ മനുഷ്യൻ സ്വർഗവാസിയായിരിക്കും. അതുകൊണ്ട് മരണാസന്നരാകുന്ന ആളുകളുടെ അവസ്ഥകൾ പഠിക്കണമെന്ന ഇഹ്തിവാർ എന്നാണ് ഇതിന് അറബിയിൽ പറയാ. മരണം ഫേസ് ടു ഫേസ് കാണുന്ന ഏതാനും മിനിറ്റുകളുണ്ട്. ആ സമയത്ത് സംസാരിക്കാൻ കഴിയുന്നവർ ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചു. നമ്മൾ ആ വഴിയിലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനെ ഒരു വസിയ്യത്ത് എന്ന് വിളിക്കാം. അതൊരു സാരോപദേശമാണ്. അതൊരു മുമ്പിലുള്ള ആളുകൾക്കുള്ള പാഠമാണ്. അങ്ങനെ ചില വസിയ്യത്തുകൾ പുണ്യ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സ്വഹാബികൾ, കാരണം അവര് യാഥാർത്ഥ്യമാണ് കൺമുമ്പിൽ കാണുന്നത്. ഇനിയൊരു തിരിച്ചു പോക്കില്ല, ഒരിക്കലും തിരിച്ചു പോകില്ല. മരണത്തിന് കീഴടങ്ങുകയാണ്. അറിവും ജ്ഞാനവും യുക്തിയും നൽകപ്പെട്ട ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് മരണത്തിന്റെ സമയത്ത് അള്ളാഹു തആല ചില ഉത്ബോധനങ്ങൾ, അകം ബോധം അള്ളാഹു നൽകുമെന്നാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ മരണാസന്നനായാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം അവർക്കുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത നൽകപ്പെടും. അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ മരണത്തിന് സാക്ഷികളാകാനെത്തും. അല്ലാഹുവിന്റെ മലക്കുകൾ ആസന്നരാകും. ഫഖാലൂ, കരുണയുടെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനോട് പറയും, അല്ലയോ പരിശുദ്ധമായ ശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ റഹ്മത്തിൻ മിനല്ലാഹി തആല വറിദ്വാൻ. നീ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിന്റെ കരുണയിലേക്കും ഇങ്ങോട്ട് ഇറങ്ങിപ്പോരേണമേ. ആത്മാവിനോട് മലക്കുകൾ പറയും, നീ പോരെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്. വറബ്ബിൻ ഗൈരി ഗളബാൻ, ദേഷ്യപ്പെടാത്ത അല്ലാഹു ആണ് നിന്നെ കാത്തിരിക്കുന്നത്. ഫതഖ്റുജു റൂഹ്, അങ്ങനെയാണ് റൂഹ് പുറപ്പെടുന്നത്. അല്ലാഹു ആ മരണം നമുക്ക് നൽകട്ടെ, ആമീൻ. വഇന്നൽ അബ്ദൽ കാഫിറ, എന്നാൽ അല്ലാഹുവിനെ നിഷേധിച്ച ആളുകൾ, പടച്ചതമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞവർ, ദൈവമില്ല എന്ന് പറഞ്ഞവർ, പടച്ചവനെ നിഷേധിക്കുകയോ നാസ്തികവാദം കൊണ്ട് നടക്കുകയോ മത നിഷേധം കൊണ്ട് നടക്കുകയോ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഹനിക്കുകയോ ചെയ്തവർ, യുക്തിവാദങ്ങളിലേക്ക് പോയവര്, അവിൽ മുനാഫിഖ്, ബോധ്യമാവേണ്ടത് ശരിക്കും ബോധിക്കാതെ നടന്ന കാപട്യം കാണിച്ചവര്,
ഇദഹ്തദറ അവർക്കും മരണമാസന്നമായാൽ ഖീല അയ്യതുഹർ റൂഹുൽ ഖബീസ മോശമായ ആത്മാവേ ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി തആല വഗളബ് അല്ലാഹുവിന്റെ ദേഷ്യത്തിലേക്കും കോപത്തിലേക്കും ഇറങ്ങി വാ ഫതതഫറഖു റൂഹുഹു ഫിൽ ജസദ് ആ സമയം ആത്മാവ് പുറത്തു വരാൻ മടിച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അങ്ങ് ചിന്നിച്ചിതറുമത്രേ. ഫലാ തഖ്റുജു ഇല്ലാ ബിഅനാ വളരെ പ്രയാസത്തോടുകൂടെ മാത്രമാണ് ശരീരത്തിൽ നിന്ന് മുഴുവനായും ആത്മാവിനെ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് ദൈവനിഷേധത്തിന് അല്ലാഹു ദുന്യാവിൽ വെച്ച് നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ടാണ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ നിങ്ങൾ മരണപ്പെടുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, അല്ലാഹുവിനനുസരിച്ചു കൊണ്ടായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ വല്ലിപ്പയാണെന്ന് പറയാൻ കഴിയുന്ന ആദം നബി അലൈഹിസ്സലാമിന് ശേഷം ആദ്യമായി വരുന്ന റസൂലാണ്, അള്ളാഹുവിൻ്റെ മുർസലാണ്, റസൂലാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. നബി അല്ലദീ യൂഹാ ഇലൈഹി വലം യുഅ്മർ ബിതബ്ലീഗി. ഇദ്രീസ് അലൈഹിസ്സലാം നബിയാണ്, നൂഹ് അലൈഹിസ്സലാം നബിയും റസൂലുമാണ്. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലായില്ല എന്നാണ്. റസൂൽ എന്ന് പറയുന്നത് വഹി നൽകപ്പെടുകയും ജനങ്ങൾക്കത് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് ബാധ്യതയാവുകയും ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ അല്ലേ? ഫുള്ളുണ്ടോ? ഇതിപ്പം തുറക്കാനുണ്ടെങ്കിൽ തുറക്കി. عن عبد الله بن عمرو بن العاص رضي الله عنه عبد الله بن عمرو بن العاص رضي الله عنهما അവരിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ചു. വളരെ സ്വഹീഹായ ഹദീസ്. وإن من إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا إنه كان حليما غفورا. إن نوحا عليه السلام نبي الله نوح عليه السلام حين حضره الموت മരണമാസന്നമായപ്പോൾ 1000-ലേറെ വർഷം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെ നാട് ഇറാഖായിരുന്നു. ടൈഗ്രീസ് യൂഫ്രട്ടീസിൻ്റെ ഇടയിലുള്ള മെസപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന നാട്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് ഇന്ന് ആ സ്ഥലം തുർക്കിയുടെ ഭാഗമാണ്. തൊള്ളായിരത്തി വർഷം നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തുവെന്നാണ്, പ്രബോധനം ചെയ്തു. അതിനുമുമ്പ് നുബുവത്ത് കിട്ടുന്ന ഒരു 300 കൊല്ലം 400 വയസ്സുള്ളപ്പോഴാണ് നുബുവത്ത് ലഭിക്കുന്നതെന്നാണ്. പ്രവാചകത്വം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അതായത് 950 കഴിഞ്ഞ് പിന്നീട് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് നൂഹ് അലൈഹിസ്സലാം വഫാത്താകുന്നത് എന്നാ ചരിത്രം. അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു 1500 കാലഘട്ടം ജീവിച്ച അത്ഭുത പ്രവാചകനാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ബൈബിൾ പുസ്തകത്തിൽ നൂഹ് നബിയുടെ പേടകത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ട്. അതുകൊണ്ട് അവരാരും 950 കൊല്ലം എന്നൊക്കെ അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യവുമായി വിവാദങ്ങൾ വരാതിരിക്കാൻ കാരണം വേദപുസ്തകങ്ങളിലൊക്കെ ഈ പരാമർശങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് ആത്യന്തികമാണ്, അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യനുമില്ല. നൂഹ് അലൈഹിസ്സലാം മരണാസന്നരായി നിൽക്കുമ്പോൾ ഖാല ലിവലദിഹി മക്കളോട് പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം മോനോട്, ഇന്നി ആമുറുക ബിസ്നതൈനി വൻഹാക അനി സ്നതൈൻ, മോനെ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും 2 കാര്യങ്ങൾ ചെയ്യരുത് എന്നും
മോനെ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. നൂഹ് നബിയുടെ 4 മക്കളെയാണ് ചരിത്രം പരിചയപ്പെടുത്തിയത്. ഹാം, യാഫിത്ത്, കൻആൻ, മറ്റൊരു മകൻ സാം. ഹാം, യാഫിത്ത്, കൻആൻ, ഈ 4 മക്കളാണ്. ഇതിൽ കൻആൻ മുസ്ലിമാവാതെ മരിച്ചുപോയ ആളാണ്. ഈ മക്കളിൽ ഒരു മോനോട്, അതാരാ നമുക്കറിയില്ല, പുണ്യനബി തങ്ങൾ പറഞ്ഞ വളരെ സ്വഹീഹായ ഹദീസാണിത്. 2 കാര്യങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം മരണനാസന്നരായപ്പോ, ഹീന ഹദറഹുൽ മൗതു, മരണം അടുത്തേക്ക് വന്നപ്പോ മഹാനവറുകൾ അള്ളാഹു നൽകുന്ന ചില അറിവുകൾ മക്കളിലേക്ക് കൈമാറുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മക്കളെ, മോനെ, 2 കാര്യം നിങ്ങൾ ചെയ്യണം, 2 കാര്യം ചെയ്യരുത്. എന്താ ചെയ്യണം എന്ന് പറഞ്ഞത്? 1, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല മോനെ. ഇത് പഠിപ്പിക്കുകയും ബോധിക്കുകയും ചെയ്ത പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ആരാധന അല്ലാഹുവിനോട് മാത്രം, ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രമാണ്. മനുഷ്യ പ്രകൃതത്തിൽ ഈ ആരാധനയുണ്ടെന്നാണ്. അത് അല്ലാഹുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വല്ല കളിക്കാർക്കെങ്കിലും കൊടുക്കും. അപ്പോഴേ ഈ കട്ടൗട്ടും അതും ഇതും അവരുടെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സാഡാവുക, അവരേതെങ്കിലും ഗെയിമിൽ തോറ്റുപോയാൽ ഇവിടെ വെള്ളം കുടിക്കാണ്ട് നടക്കുക, ഇമാതിരി ഭ്രാന്ത് വരും. ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അല്ല വല്ല ദൈവത്തിനോ വല്ല വിഗ്രഹത്തിനോ ഒക്കെ അവർ പൂജിക്കും. ആരാധന, എല്ലാ മതങ്ങളും ആരാധന ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ആരാധന ഉണ്ട്. പൈസയെ ആരാധിക്കുന്നവരുണ്ട്, വേണമെങ്കിൽ പറയാം, അതൊരു ആലങ്കാരിക പ്രയോഗമായേക്കാം. സ്വന്തം ശരീരത്തെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. എപ്പോഴും ചുറുക്കും ഭംഗി നോക്കി നടക്കല പരിപാടി. ഏതു നേരവും ശരീരം 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 എന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. അതൊരു തരം ആരാധനയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾക്ക് പടച്ച തമ്പുരാൻ മതി. അല്ലാഹു ഹസീബ്, ഹസ്ബുഹു, അല്ലാഹു മതി, അല്ലാഹു മതിയായവനാണ്. അതുകൊണ്ട് മോനെ, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണമേ. കാരണം എന്ത്? فإن السماوات والأرض لكانتا لو كانتا حلقة لفصمتهن. ആകാശലോകങ്ങൾ ഒന്നാകെ ഒരു റിങ്ങായി വട്ടക്കണ്ണിയായി ഒട്ടിച്ചേർന്ന് കിടക്കുകയാണെങ്കിൽ തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടത് പൊട്ടിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. ആരാധനക്കർഹൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് എന്ന അറിവ്, അത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അറിവാണ്. ഇത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലാഹു തആല ആ ചൊല്ലുന്നതിന്റെ മുമ്പ് നമ്മളോട് കാര്യം പറഞ്ഞു, ഫഅലം, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no deity, nothing worthy of worship except Allah. ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ദൈവമോ ഒന്നുമേ ഇല്ല അല്ലാഹു ഒഴികെ. ഇത് നിങ്ങൾക്ക് ബോധിക്കണം. അതിൽ അറിവാണ് നമ്മുടെ വാതിലൂടെയൊക്കെ കിട്ടുക, പ്രഭാഷണങ്ങളിലൂടെ, വായനയിലൂടെ, അറിവിലൂടെ ലഭിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയണം, എന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആരാധന അള്ളാഹുലേക്ക് മാത്രമായി മാറും. വആമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, മോനെ നിങ്ങളെപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചേർത്ത് പിടിക്കണമേ, ചൊല്ലിക്കൊണ്ടിരിക്കണമേ. എന്ന് ചൊല്ലി നോക്കി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് എപ്പോഴും മോൻ ഓർക്കണമേ, അത് ചൊല്ലണമേ, അത് ബോധിക്കണമേ. സുബ്ഹാനല്ലാഹ് എന്താ അതിനർത്ഥം? ഒരു ന്യൂനതയുമില്ലാത്തവനാണ് അല്ലാഹുവേ നീ. ഞങ്ങൾ ന്യൂനതയുള്ളവരാ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉറങ്ങും. ഈ വേളയിൽ ഒരു 5 മണിക്കൂറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കും. നമ്മൾ 8:50 തുടങ്ങിയത്. അപ്പോൾ 9:50, 10:50 ആകുമ്പോൾ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 2 മണിക്കൂർ ധാരാളമാണ്. ഇതൊരു 5 മണിക്കൂറൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടും പോയില്ലെങ്കിൽ ഇവിടെ കിടന്നെങ്കിലും ഉറങ്ങും അല്ലേ? പിന്നെ മൈക്ക് ഓപ്പറേറ്റർമാർ ഒരു പോകരുത്, കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഓരിയിരിക്കും. ബാക്കിയുള്ളവർ ഒന്നുകിലും ഉറങ്ങും, അല്ലെങ്കിൽ എണീറ്റ് പോയി കിടന്നുറങ്ങും അല്ലേ? വീട്ടിലേക്ക് എത്തിയിട്ടെങ്കിലും കിടക്കും. എന്തേ? നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്, നമ്മൾ തളരും. 24 മണിക്കൂറൊന്നും നമുക്ക് ഊർജ്ജസ്വരമായി നിൽക്കാൻ പറ്റില്ല. ഒരു 16 hours, 17, ഇനി വേണമെങ്കിൽ ഒരു 20 മണിക്കൂർ പിന്നെ നമ്മൾ ഉറങ്ങിയിരിക്കണം.
ഉറങ്ങിയിരിക്കും. എന്നാൽ അല്ലാഹുവോ ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അജയ്യനായ അല്ലാഹുവിന് ഒരു ഉറക്കമോ തൂങ്ങിയ ഉറക്കമോ ഇല്ല. തൂങ്ങിയ ഉറക്കം, അതിനാണ് സിനത്ത് എന്ന് പറയാൻ. ഡ്രൗസിനെസ്, സ്ലംബർ, ഇതൊന്നും അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. ഉറക്കുമില്ല പടച്ച തമ്പുരാൻ. അല്ലാഹു ഉറങ്ങുന്നവനല്ല. പടച്ചവനൊരു സെക്കൻഡ് ഇറങ്ങിയാൽ ഈ പ്രപഞ്ചം തീർന്നു. അല്ലാഹുവിൻ്റെ കൺട്രോളാണിത്. അല്ലാഹു ഉറങ്ങുന്നവനല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഒരു ന്യൂനതയുമില്ലാത്തവനാണ് നീ. നമുക്ക് ആരോഗ്യം ക്ഷയിക്കും. യുവാവായിരുന്ന സമയത്തുള്ള ആ ഒരു ഊർജ്ജസ്വലത വയസ്സാകുമ്പോൾ ഉണ്ടാവോ? ഇല്ല, പറ്റില്ല. നമ്മൾ ക്ഷയിക്കുകയാണ്. തളർന്ന് നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. മരിക്കണമെന്ന് മരിക്കാന്ന് ആലോചിക്കുമ്പോഴേക്കും പേടിയുള്ള ഒരാണായാലും പെണ്ണായാലും മരിക്കേ, പടച്ചോനെ എന്നെ കൊണ്ട് ആലോചിക്കാൻ പറ്റൂല, മരിക്കണ വേളൊക്കെ ആണെങ്കിൽ ഞാൻ എണീറ്റ് പോകട്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ച് വരുന്നവരുണ്ടാവും. മരണത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കൂല, എൻ്റെ കൂടെ കേൾക്കാനാവില്ല. എന്തേ? ആലോചിക്കാൻ വയ്യ മരിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ 70, 80, 90 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ ബാത്റൂമൊക്കെ നടക്കാൻ വരെ എന്നെക്കൊണ്ട് വയ്യാണ്ടായി, എൻ്റെ കുട്ടികളും എൻ്റെ പേരക്കുട്ടികളും എന്നെക്കൊണ്ട് കഷ്ടപ്പെടാറായി, ഇനി ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. പണ്ടൊക്കെ ചാലിയത്തുനിന്ന് ഫറൂഖിലേക്ക് നടന്നിരുന്നു, രാമേട്ടയിലേക്ക് നടന്നിരുന്നു, കോഴിക്കോട്ടേക്ക് ബോട്ടും കയറി ബേപ്പൂരിലൂടെ അങ്ങനെ കടന്നു പോയിരുന്നു. ഇപ്പം അതൊന്നും വയ്യ. അല്ലാഹുവേ ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല, ക്ഷയിച്ചിരിക്കുകയാണ്, വയ്യ. പിന്നെ എണീറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, കിടപ്പിലാവും. അപ്പം മനസ്സുകൊണ്ട് പറയും, പടച്ചോനെ നീ എന്നെ കൊണ്ടുപോയിക്കോ, എന്തിനാ അവിടെ വെക്കണത്? നമ്മൾ മാനസികമായി മരണത്തിന് വേണ്ടി റെഡിയാവുന്ന, ആരോഗ്യം ഉണ്ടാവും പിന്നെ റെഡിയാവില്ല. പക്ഷെ അല്ലാഹു ആയുസ് തന്നാൽ മെല്ലെ മെല്ലെ നമ്മളതിനെ പാകപ്പെടും. ക്യാൻസർ രോഗമാണെന്ന് വിചാരിക്കും. അല്ലാഹു രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഇത്തരം അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ആദ്യം കേട്ടുകഴിഞ്ഞാൽ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, അതാണെന്ന് തോന്നുന്നു, ബോംബെയിലേക്കൊന്ന് അയച്ചു നോക്കട്ടെ സാമ്പിൾ. എങ്ങനെ പൂഴ്ത്തി വെച്ചാലും രോഗിക്ക് മനസ്സിലാവത് അല്ലേ? ആദ്യത്തെ 1-2 മാസം ഉറക്ക് ശരിയാവില്ല. അല്ലാഹുവേ ഇനി എന്ത് സംഭവിക്കുന്നു? പിന്നെ മാനസികമായി അതിലേക്ക് മെല്ലെ മെല്ലെ പൊരുത്തപ്പെടാൻ തുടങ്ങും, അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങും. ദിവസങ്ങൾ എണ്ണിത്തീരുകയാണ്, കഴിയാറായി എന്ന തോന്നൽ വരും. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല റബ്ബ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല തമ്പുരാനെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ ക്ഷയിച്ചു പോകുന്നില്ല, നിനക്ക് രോഗമില്ല, നിനക്ക് വാർദ്ധക്യമില്ല, നിനക്ക് ഉറക്കമില്ല, നിനക്ക് അശക്തതയില്ല, ന്യൂനതകളില്ല. ഇതൊക്കെ ഞങ്ങൾക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ. വബിഹംദിഹി, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ മുക്തകണ്ഠം സ്തുതിക്കുന്നു റബ്ബേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ എല്ലാ നന്ദിയും അർഹിക്കുന്നത് നീയാണ് റബ്ബേ, എല്ലാ നന്ദിയും. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക, കടലിൽ നിന്ന് മത്സ്യം കിട്ടിയെന്ന് വിചാരിക്കുക, രണ്ടും ഉടമസ്ഥൻ മരിച്ചിട്ട് വരുമ്പോൾ അല്ലാഹു വെച്ചതാ, മനുഷ്യന്മാർ കൊണ്ടുപോയിട്ടതല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ബോധ്യപ്പെടും ഇത് പടച്ച തമ്പുരാന്റെ ഇടപെടല. ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയർ എനിക്ക് ശമ്പളം തന്നപ്പോൾ എൻ്റെ റിസ്ക് അയാളല്ലേ തന്നത്, പടച്ചവനല്ലല്ലോ എന്ന് തോന്നണ്ട. എന്തേ? ആ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുത്തൊരു തോന്നലാണ് നിങ്ങളെ അവിടെ എംപ്ലോയ് ചെയ്യാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് വേറെ വന്നിരുന്നു, അവരൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ലേ? നിങ്ങൾക്കൊരാളെ ഭക്ഷണം കൊണ്ടു തന്നു, ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നണം നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്തു തരണം, അല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾക്കൊരു സൗഹൃദം വേണം, ആ മനുഷ്യന്റെ ഖൽബിൽ നിങ്ങളോടൊരു ഇഷ്ടം അല്ലാഹു ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തരണം, സ്വതക്ക തരണം, പടച്ചതമ്പുരാൻ അവരുടെ ഖൽബിൽ നിങ്ങളോട് ഒരു മഹബത്ത് അല്ലാഹു ഇട്ട് കൊടുത്താലേ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ആ മനുഷ്യരിലൂടെ വരുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതർഹിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഈ 2 വചനങ്ങൾ മക്കളെ നിങ്ങൾ മറക്കരുതേ. ആമുറുക ബിസിനതൈൻ വഅൻഹാക ബിസിനതൈൻ, 2 കാര്യങ്ങൾ ചെയ്യണമെന്നും 2 എണ്ണം ചെയ്യരുത് എന്നും നിങ്ങളോട് പറയുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ആമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊന്ന് വിശദീകരിച്ചു നബി തങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുറുകെ പിടിക്കണമേ. ഫഇന്നഹാ സകാത്തുൽ ഖൽഖി വബിഹാ യുർസഖൂൻ,
എല്ലാ ജീവികളുടെയും പുരോഗതി അവരുടെ പരിശുദ്ധി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിലൂടെയാണ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് പറയുന്നതാണ് സൃഷ്ടികളുടെ പരിശുദ്ധി. നമ്മൾ പരിശുദ്ധരാകുന്നത് നമ്മുടെ സ്രഷ്ടാവ് പരിശുദ്ധനാണെന്ന് പറയുമ്പോഴാണ്. ഒരുത്തർ പറയില്ലേ, എനിക്ക് മന്ത്രിയുടെ നമ്പർ അറിയാം, MLA നമ്പർ അറിയാം, ഞാൻ വിളിച്ചാൽ മുമ്പ് ഇടപെടും. ചിലപ്പോൾ ഇടപെടുമായിരിക്കും, ചിലപ്പോൾ മന്ത്രിനെ എഴുതിച്ചിട്ടുണ്ടാവും എടുക്കരുത് എന്ന്, അങ്ങനത്തെ നമ്പർ ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും വീമ്പ് പറയും എനിക്ക് ഭയങ്കര ബന്ധാണ്. എന്താ പൊലിമ ആളുകൾക്കൊക്കെ. നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു VIP തരം തോന്നണ്ടേ? ശരിക്ക് എൻ്റെ കൂടെ അള്ളാഹുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു MLA ഉണ്ട്, മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിമാനം. ഇവിടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സകാത്തുൽ ഖൽഖ് ഒരു കുറവില്ലാത്ത ആളാ എൻ്റെ റബ്ബ്. എന്നാ നിങ്ങളെ മന്ത്രി അടുത്ത ഇലക്ഷനിൽ തോറ്റാൽ പിന്നെ 5 കായിൻ്റെ വില കിട്ടുമോ? കിട്ടൂല. അത് ടെമ്പററിയാണ്, വളരെ താൽക്കാലികമാണ്. എന്നാലും നമ്മൾ എന്താ മേന്മ പറയല്? അല്ലാഹു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയുന്നത് സകാത്തുൽ ഖൽഖ്, സൃഷ്ടികളുടെ പരിശുദ്ധിയാണത്. നമുക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു മഹത്വം എൻ്റെ റബ്ബ് ഒരു ന്യൂനതയുമില്ലാത്തവനാണ് എന്ന് പറയുന്നിടത്താണ്. വബിഹാ യുർസഖൂൻ, സൃഷ്ടികൾക്ക് മുഴുവനും ഭക്ഷണം നൽകപ്പെടുന്നതും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ആ ഒരു ദിക്റിന്റെ പൊരുൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്. അപ്പൊ കടലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യണം? ധാരാളം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മാപ്പിളക്കലാസികൾ ഈ ജാലിയത്താരൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? പഴയ കാലത്ത് ബസ് മറിഞ്ഞാലൊക്കെ കയറിട്ട് പൊന്തിക്കാൻ മാപ്പിളക്കലാസികൾ വന്നിരുന്നു. അവർക്ക് ചില ദിക്റൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. ഇപ്പം ഇല്ലേ അവരൊക്കെ? ആ ഒരു തലമുറ ഉണ്ടോ? മാഷാ അല്ലാഹ് ഉണ്ടോ? ദിക്റുകൾ ചൊല്ലിയിട്ട് ഭാരം ചുമക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, അതൊക്കെ വലിയൊരു മനോഹരമല്ലേ? വബിഹാ യുർസഖൂൻ, മക്കളെ നിങ്ങൾ അറിയണമേ, നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലും അതിൻ്റെ വലിയൊരു കാരണം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വബിഹംദിഹി, അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ റിസ്ക് കിട്ടുള്ളൂ എന്നാ. എന്നല്ലാതെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാതെ അറിയാതിരുന്നാൽ അതിൻ്റെ ആ ഒരു സത്ത കിട്ടാൽ ഭൂമിക്കുള്ളിൽ വെച്ചാൽ ഇത്ര നാൾ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ആറ്റിക്കുറുക്കിയെടുത്ത ഔഷധമായിരുന്നു കുടിച്ചിരുന്നത് എന്ന് കുടിക്കുമ്പോൾ ബോധമല്ലെങ്കിൽ ആ മനുഷ്യനത് ആസ്വദിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നടന്നാൽ ആ ദിക്റിന്റെ പൊരുൾ നമുക്ക് ലഭിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഈസ് ട്രാൻസെൻഡൻസ്, അല്ലാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. വബിഹംദിഹി, all praises are due to Allah, എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യരോട് നന്ദി പറയണം എന്ന് വിചാരിച്ചു ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിനോട് നന്ദി പറയൂ പോയിക്കോ, അങ്ങനെയല്ല. അയാളോട് നന്ദി പറയണം. കാരണം മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല, ജനങ്ങളോട് നന്ദി പറയാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദി പറയൽ ശരിയാവില്ല. അള്ളാഹുവിനോട് നന്ദി പറയുന്നതോടൊപ്പം മനുഷ്യരോട് നിങ്ങൾ നന്ദി പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നന്ദി നിങ്ങളുടെ മനസ്സിലുണ്ട്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഈ ഈമാനോടുകൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വബിഹാ യുർസഖൂൻ, ആ ഈമാൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് എന്ന് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِن لَّا تَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും, ചരങ്ങളും അചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, കല്ലും മണ്ണും തെങ്ങും ഒക്കെ, ഈ തെങ്ങിൻ തോപ്പിലെ തെങ്ങിൻ്റെ മട്ടലുകളും ഇവിടുത്തെ പുല്ലും ഇവിടുത്തെ മണൽത്തരികളടക്കം ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയുകയും സുബ്ഹാനല്ലാഹ് പറയുകയും ചെയ്യാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല. അപ്പൊ അതെന്താ നമ്മൾ കേൾക്കുന്നില്ലല്ലോ? വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രം, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയാൻ എല്ലാം ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി.
അതുകൊണ്ട് നൂഹ് നബി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മുറുകെ പിടിക്കണേ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണേ. രണ്ടെണ്ണമാ പറഞ്ഞു കൊടുത്തു. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. മോനെ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒന്ന് അനിശ്ശിർക്ക്, അല്ലാഹുവിന്റെ പരമമായ അധികാരം മറ്റാർക്കും പകുത്തു കൊടുക്കരുത്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉകളുടെ മഅനകൾ, അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതുപോലെ ഒരാളും അർഹിക്കുന്നില്ല റബ്ബല്ലാതെ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അറിവുള്ള ആലിമീങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇൽമിന് പോലെയല്ല ആലിമീങ്ങളുടെ ഇൽമ്, അല്ലേ? വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗമാണ്, അസലിയാണ്. നമ്മുടെ ഇത് മുക്തസബാണ് എന്ന് പറയും. നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാ. അള്ളാഹുവിന് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് ശിർക്ക് ചെയ്യരുതേ, ബഹുദൈവ ആരാധന ചെയ്യരുത് മോനെ, ബഹുദൈവ ആരാധന ചെയ്യരുത്. പിന്നെ പറഞ്ഞു അനിൽ കിബിരി, അഹങ്കാരവും പാടില്ല മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല വസ്ത്രം ഇടുക, നല്ല ചെരുപ്പ് ധരിക്കുക, ബ്രാൻഡ് സാധനം വാങ്ങിക്കുക, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊരാൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി ഈ ഹദീസിലുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു ആറ്റത്തിന്റെ അത്ര, ആറ്റെന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്ത സാധന, അത്ര ചെറിയ അഹങ്കാരം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുന്നത് അഹദുനാ യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, നല്ല വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, മുന്തിയ വസ്ത്രങ്ങൾ. വനഅലുഹു ഹസന, നല്ല ചെരുപ്പുകൾ ധരിക്കുന്നവരാണ് ഞങ്ങൾ. നല്ല വസ്ത്രവും നല്ല ചെരുപ്പും, അതിനോട് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചോളൂ. ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നബിയെ, അതാണോ അഹങ്കാരം എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ നബി തങ്ങളുടെ മറുപടി, ഇത് അഹങ്കാരമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പോ താടിമുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, തലമുടി എണ്ണ തേക്കുക, നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക. ഇങ്ങനെ പൂച്ചകളെ പോലെ നെയിൽ വളർത്തി നടക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഖം മുറിക്കൽ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ച ഫിത്രത്തിൽപ്പെട്ടതാണെന്നാണ്. മനുഷ്യന്റെ ശരീരത്തിലെ അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുക, ഇതൊക്കെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു പോയ സംഗതികളാണ്. വൃത്തിയായി കൊണ്ടു നടക്കലും ഭംഗിയാവലും, നല്ല വസ്ത്രം, നല്ല ഭംഗിയുള്ളത് വസ്ത്രം, അതിൻ്റെ അലങ്കാരം, അതിന് യാതൊരു വിരോധവും ഇല്ല എന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഫഖർ വരരുത്. ഞാൻ മുന്തിയ ആളാണ്, എൻ്റെ അടുത്ത് ബ്രാൻഡുകളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഹങ്കാരം തോന്നരുത്. ഇത്രയേ അതിൽ വിഷയമുള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല അഹങ്കാരം. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഭംഗിയാവുന്നത് ഒന്നും അള്ളാഹുവിന്റെ പ്രശ്നമല്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവരുത്, പുറത്തേക്ക് അന്യ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യ ആളുകൾക്കിടയിൽ ഇടപഴകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഭംഗി അത് സൂക്ഷിക്കാനുള്ളതാണ്. നിമിതങ്ങൾ പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. ബത്റുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ട് സത്യം അംഗീകരിക്കാതിരിക്കലാണ്. വഗംതുന്നാസ്, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കലുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക, ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറുക, സത്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ സ്വഭാവം നിഷിദ്ധമാണ്. എന്നല്ലാതെ വസ്ത്രം നന്നാവലോ ചെരുപ്പ് നന്നാവലോ അഹങ്കാരമല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടായിക്കോട്ടെ, പക്ഷേ അതുകൊണ്ട് അഹങ്കാരം തോന്നരുത്. നൂഹ് അലൈഹിസ്സലാം മകനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ രണ്ടെണ്ണം. ഒന്ന്, അല്ലാഹുവേതര ഒരു ദൈവത്തെയും ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്.
അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ അത് ആർക്കും അള്ളാഹുവിനല്ലാതെ റബ്ബിൻ്റേത് മറ്റൊരാൾക്ക് ചാർത്തിക്കൊടുക്കാൻ പാടുള്ളതല്ലാതെ ശിർക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെടില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരം കൊണ്ട് നടക്കരുത്, സത്യം ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഇങ്ങനെ മരണാസന്നരായ നബി നൂഹ് അലൈഹിസ്സലാം മക്കളോട് സതുപദേശം നൽകുന്നു. കാരണം മരണമെന്നത് യാഥാർത്ഥ്യം അള്ളാഹു വെളിവാക്കി തരുന്ന സമയമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വയസ്സുള്ളപ്പോഴാണ് വസിയത്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 200-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നത്. ഇബ്രാഹിം നബി കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, മഹാനോടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്, നമ്മുടെ ഖലീലിലാണ്, ഹിബ്രോൺ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് തന്നെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും. യാക്കൂബ് നബി ഇബ്രാഹിം നബിയും, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബീന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് ഖുർആൻ വിളിക്കുന്നത് യാക്കൂബ് നബിന്റെ മക്കളെ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ ലോകത്ത് വന്നവരെ എന്ന് പഠിപ്പിക്കാനാണ്. യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാനും ആരാധിക്കാനുമുള്ള ഒരു ദീൻ, വിശുദ്ധ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന നേരം മുസ്ലിമായിട്ട് മരിക്കണം, യുക്തിവാദിയായിട്ട് മരിക്കരുത്, നിരീശ്വരവാദിയായി പോകരുത് എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളെ ഉപദേശിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം മരണസമയത്താണ് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അല്ലാഹു തആല ആ മരണം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വസിയത്തുകളുണ്ട്. തങ്ങൾ വഫാത്താകാനുള്ള ആ അടുത്ത സമയം തങ്ങൾ ചെയ്ത ചില വസിയത്തുകളുണ്ട്. ഒരുപാട് വസിയത്തുകളുണ്ട്. അതിൽ വളരെ പ്രസക്തമായത് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. ഹബീബായ നബി തങ്ങൾ പറയുകയായിരുന്നു, അള്ളാഹുവിന്റെ സന്ദേശം ലോകത്തിന് കൈമാറാൻ വന്ന അന്ത്യപ്രവാചകരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി തീർത്തുമ്പോൾ, പുനർനിർമ്മാണം നടത്തുമ്പോൾ, പണിതത് ആദം നബിയാണ്, പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ പുനരുദ്ധാരണം നടക്കുമ്പോൾ അതാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്. കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിന്റെ മേലോട്ട് ഇബ്രാഹിം നബി എടുത്തു പണിയുമ്പോൾ അപ്പൊ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, അത് നഷ്ടപ്പെട്ടതാണ്. അതിന്റെ ചുമരുകളൊക്കെ ആ ഫൗണ്ടേഷനിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം ഉയർത്തുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ ആരുണ്ടാക്കി? നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മഅൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളോടുകൂടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭവനം ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കഅബാലയം ബഹുദൈവ ആരാധനയുടെ മേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പുണ്യനബി ഞങ്ങൾ വളരെ വിഷമിച്ചു. കാരണം അവിടുത്തെ വല്ലിപ്പ ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ്, ബഹുദൈവങ്ങളെ ആരാധിക്കാനല്ല. ആ വിഷമത്തോടുകൂടെ കഅബാലയത്തിന്റെ മുമ്പിൽ 360 ബിംബങ്ങൾ പൂജിക്കപ്പെടുന്ന മക്കയിലെ ആ ഒരു ചുറ്റുപാടിൽ നിബിതങ്ങൾ മാനസികമായ പ്രയാസം അനുഭവിച്ചപ്പോഴാണ് ഹിറാ ഗുഹയിൽ പോകാൻ തുടങ്ങിയത്. ഹിറാ ഗുഹയിൽ പോകുന്നത് കഅബാലയത്തിന് മുമ്പിൽ നടക്കുന്ന ഈ പരിപാടി കാണാൻ പറ്റാത്തത് കൊണ്ടാണ്, തങ്ങൾക്ക് എതിർക്കാൻ പറ്റിയില്ല. ജനങ്ങളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അദൃശ്യനാണ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. എന്നാൽ നാളെ അള്ളാഹു കാണിച്ചു തരും. നമ്മുടെ കണ്ണെന്ന ചെറിയ ഈ സാധനത്തോളം അള്ളാഹു ചെറുതാവണം എന്ന് റബ്ബിനെ കുറിച്ച് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലാണ്. നമ്മുടെ എനിക്ക് അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞു, എന്താ നീ എന്ന് പറയുന്നത്? ചെറിയൊരു മനുഷ്യനല്ലേ? നിന്റെ 2 കണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ 2 ഐബോൾ. ഈ കണ്ണിന്റെ മുമ്പിൽ കാണാൻ മാത്രം ഈ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളെ പടച്ച തമ്പുരാൻ നിന്റെ മുമ്പിലേക്ക് ചെറുതായി വരണം എന്നാണോ നീ പറഞ്ഞതിനർത്ഥം? നിന്റെ കണ്ണുകൊണ്ട് കാണുന്നു, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ഗാലക്സികൾ കാണാൻ പറ്റും? ഒന്നുപോലും മുഴുവൻ കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചോനെ നീ ചെറുതായി കാണാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാമിനോട് ലൻ തറാനി, എന്നെ കാണാൻ കഴിയില്ല മൂസ നബിയെ,
എങ്ങനെ? ഐ ഫി ദുനിയ, ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ല, നാളെ പരലോകത്ത് കാണും. ആ അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് മനം തൊന്നുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. ഇബാദത്ത് 15 വർഷത്തോളം നബി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട്. കഅബാലയത്തിന്റെ രൂപം ഇങ്ങനെ കാണാൻ പറ്റും ഹിറാ ഗുഹയിൽ ചെന്നാൽ. ഹിറാ ഗുഹയുടെ ഏറ്റവും മുകളിൽ നബി തങ്ങൾക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹ. അവിടെ പോയവരുണ്ടെന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ചാലിത്തരല്ലേ, ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, മാഷാ. നിങ്ങൾ പോയില്ലെങ്കിൽ ആരാ പോവാ? അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ പാറൻ്റെ ഇടയിലൂടെ ഇപ്പം ക്ലോക്ക് ടവർ കാണുന്നുണ്ട്, ഞാനും കണ്ടു. മുമ്പ് കഅബാലയം കാണും. അവിടെ ഇങ്ങനെ ഇരുന്നാൽ നേരെ നോക്കിയാൽ കഅബാലയം കാണും. ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് കഅബാലയം നോക്കി നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം, കാരണം ചുറ്റും ബിംബങ്ങളാണ്. ഞങ്ങൾ വളരെ വേദനിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ ഏകനായ അല്ലാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നു മാത്രമാണ്, അത് വിവിധങ്ങളായി നിങ്ങൾ പേരിട്ട് വിളിക്കുകയാണ്, അത് ഒന്നാണ് എന്ന് മഹർഷിമാരും മുനിമാരും പഠിപ്പിച്ചു പോയ യാഥാർത്ഥ്യം അമ്പിയാക്കന്മാരുടെ വഹയായിരുന്നു അത്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാവുകയും ജസീറത്തുൽ അറബിൽ ഹബീബായ നബി തങ്ങളുടെ ദീൻ പ്രചരിക്കുകയും പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാ, ലോകത്തോട് പുണ്യനബി യാത്ര ചോദിച്ച അവസാനത്തെ പ്രഭാഷണം, ആ സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു. ഇസ്ലാം പരിപൂർണമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ അതിന് ഓരോന്നും ബന്ധപ്പെട്ട മസലകൾ ലോകം അവസാനം വരെ പുതിയ പുതിയ വിഷയങ്ങൾ വരും. അതിനൊക്കെയുള്ള പരിഹാരം ഈ ദീനിൽ ഇപ്പുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാ ദുൽഹിജ്ജയാണ്. കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്താകുന്നു. 2.25 മാസമേ പിന്നെ അത് ഹജ്ജ് കഴിഞ്ഞ് 2-3 മാസം അത്രയും നബി തങ്ങൾ ജീവിച്ചുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ഇസ്ലാം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമേ ഇസ്ലാം മാത്രമേ ജസീറത്തുൽ അറബിൽ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട് ഇസ്ലാമിന്റെയും ദീനിന്റെയും പേരിലാണ് അറിയപ്പെടേണ്ടത്. ഹബീബിന്റെ വസിയത്താണ് ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. അത് മാത്രമല്ല, ഇസ്ലാമിന്റെ ആരംഭം അവിടെയാണ്, അതിന്റെ വളർച്ചയും അവിടെയാണ്. മക്കയിൽ നിന്ന് ആരംഭിച്ച് മദീനയിൽ നിന്ന് വളർന്ന് ഇനി ലോകാവസാനമാകുമ്പോൾ ദീനിന്റെ അടയാളങ്ങൾ ലോകത്തുനിന്ന് തേഞ്ഞുമാഞ്ഞ് ഇല്ലാതെയായി മക്കയിലും മദീനത്തേക്കും മാത്രം ദീൻ ഒതുങ്ങുന്ന സമയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നദ്ദീന ലയരിസു ബൈനൽ മസ്ജിദൈൻ കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. വേറെയും റിവായത്തുകളുണ്ട്. മദീന, മദീനയിലേക്ക് ദീൻ ഒതുങ്ങി വരും എന്നുമുണ്ട്. ഈ 2 മസ്ജിദുകൾക്കിടയിൽ, അതായത് മസ്ജിദുൽ നബവിയും അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദ്, കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളി, ആ 2 പള്ളികൾക്കിടയിലേക്ക് ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് തിരിച്ചെത്തുന്ന പോലെ ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് ആ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധമായ വെളിച്ചം ഇനി മക്കയിലേക്ക് മദീനത്തേക്ക് ചുരുങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബിൽ നിന്നാണത്രേ മസീഹുദ് ദജ്ജാൽ വരുന്നത്. ഇന്നഹു റജുലുൻ മിൻ അഹ്ലി ഹാദിഹിൽ ജസീറ, ഈ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡ, അറേബ്യൻ പെനിൻസുല, ആ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്, ഇന്നൽ മസീഹദ് ദജ്ജാൽ യദ്ഖുലു കുല്ല ബലദിൻ
ഇല്ലാ മക്കത വൽ മദീന, മക്കയിലേക്കും മദീനയിലേക്കും ഒഴികെ ലോകത്തിന്റെ എല്ലാ നഗരങ്ങളിലേക്കും മസീഹുദ് ദജ്ജാൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അരികത്തേക്ക് അവൻ എത്തുമ്പോൾ ജലസ ഫീ ബഅദി സിബാഖി ഫർതജ്ജത്തിൽ മദീന, മദീനയുടെ അരികത്തേക്ക് എത്തുന്ന പരിസരങ്ങളിൽ അവൻ വന്നിരിക്കുമ്പോഴേക്കും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടാകും. ഔ റജഫത സലാസ റജഫാത്തിൻ, 3 ഭൂകമ്പങ്ങൾ മദീനയിൽ ഉണ്ടാകും. അപ്പോഴേക്കും മദീന അപകടമാണ്, മദീനയിൽ ഭൂകമ്പമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ എല്ലാ മുനാഫിക്കുകളും വിശ്വാസിനികൾ കപടന്മാരായവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഫഖറജ ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. അങ്ങനെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ആ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത് ജസീറത്തുൽ അറബിലെ മദീനയിലെ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നാസു യുഫ്തനൂൻ, ജനങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണം നൽകും മസീഹുദ് ദജ്ജാലിലൂടെ. فيخرج إليه شاب من المدينة هو خير أهل الأرض يومئذ. മദീനയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മസീഹുദ് ദജ്ജാലിനെ നേരിടാൻ മുന്നോട്ട് വരും. ഹുവ ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ, ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അയാൾ. മസീഹുദ് ദജ്ജാലിനെ കൊല ചെയ്യുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. പക്ഷേ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത്, ആദ്യമായി പരാജയപ്പെടുത്തുന്നത് മദീനയിലെ ഒരു യുവാവായിരിക്കും. ആ യുവാവ് അന്നത്തെ ഏറ്റവും നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ വഖഫ അമാമൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, ഭയങ്കര ഫിത്നയാണ് മസീഹുദ് ദജ്ജാൽ. ലോകത്ത് ഇതുവരേക്കും ഇത്ര വലിയൊരു ഫിത്ന ലോകത്ത് നടന്നിട്ടില്ല എന്നാ. കാരണം മഴ പെയ്യട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. സ്വർണവും ഖനികളും ഭൂമിനുള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വരും. ഇപ്പോൾ പെട്രോളും ഡീസലൊക്കെ വരട്ടെ എന്നൊക്കെ വന്ന് പറയും. ചിലപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ പറയും ഞാൻ പടച്ചവനാണെന്ന് വിശ്വസിക്കണേ എന്ന് പറയും. അപ്പം മാജിക്ക് കണ്ട് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം മാജിക്ക് കൊണ്ടല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അറിവും ജ്ഞാനവും കൊണ്ടാണ്. അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് ചെയ്യും, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യും, പിശാചിന്റെ സഹായം കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം കാണുമ്പോൾ പിന്നാലെ ഓടരുത് എന്നാ. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ പറ്റും. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ശരീഅത്ത്, അതാണ് നമ്മുടെ പിടിക്കയർ. ഇസ്ലാം ശരീഅത്ത് മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ, ശരിയായ ദീൻ അറിയാൻ പറ്റൂ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നാ. സ്വാലിഹീങ്ങളും ആലിഫീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും കറാമത്തുകൾ കാണിക്കും, അത് സത്യമാണ്, അതിന്റെ പിറകെ കൂടണം. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്നത് അതൊരു പക്ഷേ ഇസ്തിദ്റാജ്. മഹാന്മാർ പറഞ്ഞു അതിന്റെ പേര് ഇസ്തിദ്റാജ്. എന്താണ്? ചൂണ്ടൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരയിട്ട് കൊടുക്കാൻ ചില ആളുകളെ പിടിക്കാൻ. മസീഹുദ് ദജ്ജാൽ അത് ചെയ്യും. അപ്പോൾ ആളുകൾ പിന്നാലെ കൂടും. ഈ മനുഷ്യൻ മസീഹുദ് ദജ്ജാലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ അഖ്ബറനാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് താക്കീത് ചെയ്ത മസീഹുദ് ദജ്ജാലാണ് നീ എന്ന് ആ ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് പറയും. നീ മസീഹുദ് ദജ്ജാലാണ്. മസീഹുദ് ദജ്ജാൽ ഭയങ്കര ഹൈറ്റുള്ളൊരു മനുഷ്യനാണെന്നാണ്. ഒരു കണ്ണ്, വലത്തെ കണ്ണ് തീരെ ഇല്ല, കണ്ണിൻ്റെ കുഴി പോലും ഇല്ല, ഐ ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കവിള് പൊങ്ങിപ്പോയ പോലെ തോന്നുള്ളൂ. ഒരു കണ്ണുണ്ട്, ഇടത്തേത്, അതാണെങ്കിലോ മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ്. തീർച്ചയായും അള്ളാഹു ഒരു ന്യൂനതയും ഉള്ളവനല്ല. അതുകൊണ്ട് മസീഹുദ് ദജ്ജാൽ അള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.